പൊന്നാനിയിലെ അതിപുരാതന പള്ളികളിലൊന്നാണ് തോട്ടുങ്ങൽ പള്ളി. പൊന്നാനിയിലെ വലിയ ജുമാഅത്ത് പള്ളിയേക്കാളും മുൻപേ നിർമ്മിക്കപ്പെട്ട പള്ളിയാണിത്. ഈ പള്ളിയുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത്. ഈ ഒരു പള്ളിയുടെ പ്രതാപം നിന്നുപോയത് പൊന്നാനിയിലെ വലിയ ജുമാഅത്ത് പള്ളി നിർമ്മിച്ചതിന് ശേഷമാണ്. ആ കാലത്തൊക്കെ ഈ പള്ളിയിലായിരുന്നു ജുമാ ഉണ്ടായിരുന്നത്. ഈ ഒരു ഭാഗത്തായിരുന്നു ഹാർബർ എന്ന് പറഞ്ഞാൽ കടലിൽ കൂടെ വരുന്ന കപ്പലുകൾ ഇവിടെ ഈ പുഴയുടെ തീരത്ത് വന്നണിഞ്ഞ് ഇതുവഴിയാണ് പൊന്നാനി അങ്ങാടിയിലേക്ക് പോയിരുന്നത്. പല ഉള്ളൊക്കെ അതിമനോഹരമാണ്. പള്ളിയുടെ ഉസ്താദ് കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പള്ളിയിലേക്ക് പലതവണ പോയിട്ടുണ്ടെങ്കിലും ഒരു ദീർഘകാലത്തിന് ശേഷമാണ് വീണ്ടും വരുന്നത്. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ പുഴയുടെ ഭാഗം കാണാം, ആ കർമ്മപാലം കാണാം. ഈ ഒരു പുഴയുടെ ഈ ഭാഗത്തൊക്കെ മുമ്പ് ഒരുപാട് വലിയ സമ്പന്ന വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മാറി, അതൊക്കെ പുഴയുടെ ഭാഗമായിട്ട് മാറി. ഈ പള്ളി നിർമ്മിച്ചത് ആരാണെന്നറിയോ? ഇതാണ് ലോകപ്രശസ്ത സൂഫി ഗുരുവായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പ്രമുഖ ശിഷ്യൻ അബ്ദുൽ ഖാദിർ ഖുറാസാനിയുടെ പുത്രനും കാഞ്ഞിരമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നവരുമായ ഷെയ്ഖ് ഫരീദുദ്ദീനും അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യൻ ഹുസൈൻ മുഹയ്യുദ്ദീൻ എന്ന ഉത്താൻ മുസ്ലിയാരും കൂടി ചേർന്ന് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ഈ പള്ളിയുടെ നിർമ്മാണം നടത്തിയത്. പള്ളിയുടെ വടക്ക് പുഴയുടെ വലിയൊരു ഭാഗം അന്ന് കരയായിരുന്നുവെന്നും ഒരുപാട് വലിയ തറവാട്ടുകാർ ഇവിടെയൊക്കെ ജീവിച്ചിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. കനാലി തോടിൻ്റെ ഒരു ഭാഗമായി തീർന്ന അപ്പിത്തോടിൻ്റെ അരികെയുള്ള പള്ളിയായതിനാലാണ് ഇതിനെ തോട്ടുങ്ങൽ പള്ളി എന്ന് ആളുകൾ വിളിച്ചു തുടങ്ങിയത്. ഒരുപാട് കാലം ഇവിടെ ജുമയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പുതിയൊരു കവാടം നിർമ്മിക്കുന്നുണ്ട്. പഴയ പള്ളിയാണെന്നുള്ളത് കണ്ടാൽ മനസ്സിലാവില്ല. അതിസുന്ദരമായൊരു കവാടമാണ് ഇങ്ങോട്ട് നിർമ്മിക്കുന്നത്. പൊന്നാനിയിലും മഖ്ദൂമുമാർ വരുന്നതിന് മുൻപ് തന്നെ ഇവിടെ മുസ്ലിങ്ങളുണ്ടായിരുന്നു, മതപ്രചരണം ഉണ്ടായിരുന്നു. പൊന്നാനിയിലും മഖ്ദൂമൊക്കെ വന്ന് വലിയ പള്ളിയൊക്കെ വന്നതോടുകൂടിയാണ് ഈ പള്ളിയിലത്തെ ജുമാക്ക് നിന്നുപോയി. പിന്നീട് 500 വർഷത്തിന് ശേഷം 2009 ഫെബ്രുവരി 13 വീണ്ടും ഇവിടെ ജുമാ ആരംഭിച്ചത്. ഇവിടെ ഉത്താൻ മുഹയ്യുദ്ദീൻ മുസ്ലിയാരുടെ മക്കാം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഷെയ്ഖ് ഫരീദുദ്ദീൻ്റെ ശിഷ്യനായ ഷെയ്ഖ് ഹുസൈനാണ് ഈ ഉത്താൻ മുസ്ലിയാർ എന്ന പേരിൽ പിന്നീട് പ്രശസ്തനായത്. ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രപരമ്പരയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. മഖ്ദൂമുമാരുടെ ആഗമനത്തിന് മുൻപ് പൊന്നാനിയിലെ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചിരുന്നവരിൽ ഒരു മുഖ്യനാണ് ഉത്താൻ മുസ്ലിയാർ. ആ ഉത്താൻ മുസ്ലിയാരുടെ മക്കാമാണ് ഈ പള്ളിയിലുള്ളത്. അതിസുന്ദരമായൊരു പള്ളിയാട്ടോ. നല്ല സ്വർണ്ണലിപികൾ പോലെയുള്ള ഖുർആനായത്തുകളൊക്കെ പള്ളിയുടെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു പള്ളിയിലേക്ക് തോട്ടുങ്ങൽ പള്ളി സന്ദർശിച്ച ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് താഴെ ഷെയർ ചെയ്യണം. എന്തായാലും നല്ല സൗകര്യമുള്ള ഈ പള്ളി ഇന്നും ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നും ഉള്ളത്.